ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. ഇന്ന് എമ്പുരാൻ കാണാൻ പോകാൻ കേട്ടോ. രാത്രി 9 മണിയുടെ ഷോയ്ക്കാണ് പോകുന്നത്. ത്രില്ഡാണ്. ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇന്നൊക്കെയാണ് നമുക്ക് ടിക്കറ്റ് കിട്ടി. ഇവിടെ ഇപ്പോൾ ഈ 16+ ആളുകൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. കുട്ടീനെ കൊണ്ടുപോകാൻ പറ്റാത്ത കാരണം കൊണ്ട് വിജി പോകുന്നില്ല, വീട്ടിലാണ്. സോ ഒറ്റയ്ക്ക് പടം കാണാൻ പോവാണ് കേട്ടോ. ഇവിടെ ലൈറ്റ്ലിക്കോൺ എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് തിയേറ്റർ വരുന്നത്. ടിക്കറ്റ് നമ്മൾ റിസർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ യൂറോപ്പിൽ വന്നിട്ട് ആദ്യത്തെ ഫിലിം കാണാൻ പോവാണ്. അത് എമ്പുരാൻ പോലത്തെ ഒരു ഫിലിമായത് അടിപൊളിയാണ്. സാധാരണ ഇവിടെ അങ്ങനെ മലയാളം ഫിലിംസ് അധികം ദിവസമൊന്നും ഉണ്ടാവില്ല. അതിപ്പോൾ ആകെ 3 ദിവസമേ ഉള്ളൂ. എമ്പുരാൻ പോലെ ഒരു ഫിലിമായിട്ട് വരെ 3 ദിവസമേ ഉള്ളൂ. നാളത്തോടുകൂടി ഏകദേശം തീരും. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. ഞാനിപ്പോൾ പോകുന്നത് ഒരു സാറ്റർഡേ ഈവനിങ് ആണ് കേട്ടോ. ഇവിടെ സാറ്റർഡേയ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തധികം ആൾക്കാരും ഉണ്ടാവില്ല, ആരുമില്ല. ഫുള്ള് റോഡൊക്കെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ 9 തൊട്ട് 12 മണി വരെയും പടം ഉണ്ടാവുക. നല്ല ഇരുട്ടാണ് കേട്ടോ ഗൈസ്. ഇവിടെ എത്രത്തോളം വീഡിയോ ഒക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല. വലിയ തണുപ്പൊന്നുമില്ല, ഒരു 10 ഡിഗ്രി ഉള്ളൂ. നടക്കണം. ഒരു ട്രെയിൻ ഇറങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് നടക്കാനുണ്ട്. രാത്രി 12 മണി കഴിഞ്ഞിട്ട് ഇനി ഇതുപോലെ ട്രെയിനിൽ വേണം തിരിച്ചു പോകാൻ. ഇതാണ് കേട്ടോ വഴി, നടന്നു പോകുന്ന വഴി. ഇതൊരു അധികം ആളുകളൊന്നും വരാത്തൊരു സ്റ്റേഷനാണ്. ഇവിടെ നിറച്ച് വീടുകളാണ് ചുറ്റും. കുറച്ചുകൂടെ നടന്നു തന്നെ ഉണ്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നാട്ടിലെ എമ്പുരാനെ ചുറ്റിപ്പറ്റി ഫുള്ള് വിവാദങ്ങളാണ് കേട്ടോ. അപ്പോൾ അതിൽ സീൻസൊക്കെ കട്ട് ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇന്ന് പോകുന്നു. ഇവിടെ കട്ടിങ് ഉണ്ടോ ഒന്നും അറിയില്ല, ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. തോന്നുന്നു നാളെ മുതലാണ് കട്ടിങ് തോന്നുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഇന്ന് നമുക്ക് ഫുൾ സീൻസ് കാണാൻ പറ്റും. ഫുള്ള് കാണണം എന്നാണ് ആഗ്രഹം. കട്ട് ചെയ്തതിന് ശേഷം പിന്നെ അതിൻ്റെ ഒരു ത്രെഡ് നഷ്ടപ്പെട്ടിട്ട് പിന്നെ കണ്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ലെറ്റ്സ് സീ എന്താ ഉണ്ടാവണം നോക്കാം. ഏകദേശം നമ്മൾ തിയേറ്റർ എത്താറായി കേട്ടോ. അപ്പോൾ ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ ഭാഗമൊക്കെ ഭയങ്കര ഇരുട്ടാണ്. അവിടെ നിന്ന് വലിയ വെളിച്ചമൊന്നുമില്ല കേട്ടോ. ഇവിടെ കുഴപ്പമില്ല, ഇവിടെ അടിപൊളിയാണ്. ഇങ്ങനെ ഈ രാത്രി തണുപ്പത്ത് സിനിമ കാണാൻ പോകുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് ഞങ്ങൾ കോളേജിൽ നിന്ന് ടൂറ് പോയിരുന്നു. ഞങ്ങൾ കുറച്ച് പിള്ളേർ മാത്രമായിട്ട് ഊട്ടി പോയി. എന്തിനും ഫിലിമൊക്കെ ഇറങ്ങിയ സമയമായിരുന്നു. ഞാൻ ഓൾറെഡി കണ്ടതായിരുന്നു നാട്ടിൽ നിന്ന്. പക്ഷെ ഊട്ടി പോയപ്പോൾ പിള്ളേരൊക്കെ ഉള്ളപ്പോൾ വിളിച്ചിട്ട് ഊട്ടി പോയി രാത്രി സിനിമ കാണാൻ പോയി. പക്ഷേ സിനിമ ഫുള്ളാക്കാൻ പറ്റിയില്ല. അതിന് മുമ്പ് തണുത്ത് വിറച്ച് ഇറങ്ങി പോന്നു. തിയേറ്ററാണെങ്കിൽ അമ്പം മോശമായിരുന്നു. അയ്യോ, ഭയങ്കര തണുപ്പ്. അപ്പോൾ ഈ തണുപ്പത്ത് കാണാൻ വന്നിരുന്നപ്പോൾ എനിക്ക് പഴയ എക്സ്പീരിയൻസ് ഓർമ്മ വരുന്നു. അങ്ങനെ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടോ. പാത്തേ എന്ന് പറയുന്ന ഒരു തിയേറ്റർ ചെയിൻ ഉണ്ട് ഇവിടെ. അതിലാണ് എമ്പുരാൻ റിലീസ്. സ്വിറ്റ്സർലാൻഡ് മൊത്തം ഇവർ തന്നെയാണ് പടം ചെയ്യുന്നത്. ഇത് ഐമാക്സ് തിയേറ്റർ അല്ല കേട്ടോ, 4DX ആണ്. വെയിറ്റിംഗ് ഫോർ എമ്പുരാൻ. ഇവിടെ ആരുമില്ല കേട്ടോ, ഞാനും 1-2 പേര് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ പോലെ ക്രൗഡൊന്നും ഇവിടെ ഇല്ല, ആരുമില്ല, സൈലൻ്റാണ്. ഒരുപാട് ഹോളുകൾ, ഒരു കോംപ്ലക്സ് ആണ് കേട്ടോ പാത്തേ എന്ന് പറയുന്നത്. ഒരുപാട് ഹോൾസ് ഉണ്ട്, അതിലൊക്കെ ഫിലിംസ് ഉണ്ട്. നമ്മുടെ ഇവിടെ മലയാളമൊക്കെ വല്ലപ്പോഴും ഇതുപോലെ വേൾഡ് വൈഡ് റിലീസൊക്കെ വരുമ്പോൾ ഒരു പടം വരും, അത്ര ഉള്ളൂ തോന്നുന്നു. അങ്ങനെ തോന്നുന്നു, അറിയില്ല. ഞാൻ ഏകദേശം അരമണിക്കൂർ നേരത്തെ എത്തിയത് കൊണ്ടാണ് തോന്നുന്നു ആളുകളൊന്നും ഇല്ലാത്ത കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ആളുകളൊക്കെ വന്നു. ഞാൻ ഉള്ളിൽ കയറി സീറ്റിലിരുന്നു. നല്ല തിയേറ്ററാണ്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പടം കണ്ടിറങ്ങി ഗൈസ്.
പാഞ്ഞ് ഓടി റെയിൽവേ സ്റ്റേഷനിലെത്തി. ഏകദേശം 12 മണി വരെ ഉണ്ടാകുന്ന പടം. ലാസ്റ്റ് ട്രെയിൻ 12:21 കഴിഞ്ഞിട്ട് അത് കിട്ടിയെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ട്രെയിനുള്ളൂ. അപ്പോൾ പാഞ്ഞ് ഓടി വന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. റെയിൽവേ സ്റ്റേഷൻ ഒരു മനുഷ്യമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ റെയിൽവേ സ്റ്റേഷനിൽ. ഒരു മനുഷ്യജീവൻ പോലും ഇല്ല അവിടെ. ഇപ്പോൾ രാത്രി 12 മണിയാണ് സമയം, 12:20. എൻ്റെ 15 മിനിറ്റുള്ളൂ, 23 ട്രെയിൻ. വെയിറ്റിംഗ് ഫോർ ദ ട്രെയിൻ. കിട്ടാൻ വേണ്ടി വന്നതാ, കിട്ടില്ലേ ചോദിച്ചിട്ട് ഓടിയതാ. കിട്ടും. അങ്ങനെ പടം കണ്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ. അപ്പോൾ പടത്തിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാമെന്ന് വിചാരിച്ചു. പടം പേഴ്സണലി എനിക്ക് അത്ര വലിയ അങ്ങോട്ട് ഇഷ്ടമായില്ല. അപ്പോൾ ലൂസിഫർ പോലെയുള്ള ഒരു മൂവി കണ്ടിട്ട് അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്നൊക്കെ പറയുമ്പോൾ അത്രയ്ക്കും ഒരു ഇമ്പാക്റ്റ് ആയിട്ടില്ല കേട്ടോ. ലൂസിഫർ തന്നെ ഒരു പരിധി വരെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ എന്നാലും ഇതിനേക്കാൾ ബെറ്ററാണ് ലൂസിഫർ എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഇതിൻ്റെ ക്രിയേഷനൊക്കെ അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ ക്യാമറ, അതിൻ്റെ ലൊക്കേഷൻസ്, ഒരു ഹോളിവുഡ് ഫിലിം കണ്ടിറങ്ങിയ ഒരു ഫീലൊക്കെ നമുക്ക് തോന്നും ഈ പടം കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ പടത്തിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ അങ്ങനെയൊക്കെ തോന്നി. നല്ല രീതിയിലുള്ള ഒരു മേക്കിംഗ് ആയിട്ടുണ്ട്. ഡയറക്ഷൻ നന്നായിട്ടുണ്ട്. പക്ഷേ എവിടേക്കോ ഒരു അപൂർണത ഫീൽ ചെയ്യുന്നുണ്ട് പടത്തിന്. അതുപോലെ തന്നെ ഈ ഒരു മാസ് സംഭവങ്ങളൊക്കെ ചെയ്ത് അത് ആ ഒരു അബ്രാം ഖുറേഷി എന്നുള്ള റോള് മോഹൻലാലിനെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ലാലേട്ടനെ സംബന്ധിച്ചോളം അത്ര സൂട്ടായിട്ട് എനിക്ക് തോന്നിയില്ല. എന്നാൽ സെക്കൻഡ് ഹാഫിൽ വരുന്ന സ്റ്റീഫൻ നെടുമ്പള്ളി എന്നുള്ള ക്യാരക്ടർ അത് ഓക്കെയാണ്. അത് ആൾ ചെയ്യുന്നത് അതൊരു നാച്ചുറൽ ഫീല് വരും. അങ്ങനത്തെ റോൾസ് ആയിരിക്കും ഇപ്പോൾ ഉള്ള ലാലേട്ടനെ സംബന്ധിച്ചോളം കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്. ഈ അബ്രാം ഖുറേഷി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു അപ്പിയറൻസിൽ പറയുമ്പോൾ ലൂസിഫറിൻ്റെ ക്ലൈമാക്സിൽ ഇതൊരു രസമായിരുന്നു. സംഭവം നന്നായിട്ടുണ്ടായിരുന്നു. 5 വർഷം മുമ്പ് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ എടുത്ത ഈ മൂവി അല്ലെങ്കിൽ ഈ മൂവിയിലെ ലാലേട്ടൻ്റെ ആ ഒരു അപ്പിയറൻസ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറായിട്ടുള്ള ലാലേട്ടൻ്റെ അഭിനയം എനിക്ക് അത്ര, ലാലേട്ടൻ്റെ അഭിനയത്തെക്കുറിച്ച് പറയല്ല കേട്ടോ, പക്ഷേ എന്നിരുന്നാലും അദ്ദേഹത്തിന് ഉൾക്കൊണ്ട് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. ആ ഒരു അപ്പിയറൻസ് തന്നെ മൊത്തത്തിൽ ഒരു സുഖം തരുന്നില്ല. ഒരു ഇൻ്റർനാഷണൽ ലെവൽ അല്ലെങ്കിൽ ഹോളിവുഡ് ലെവല് ചുറ്റും നിൽക്കുന്നവരൊക്കെ ആ ഒരു രീതിയിലുള്ളൊരു സംസാരവും അല്ലെങ്കിൽ ചുറ്റും നിൽക്കുന്നവർ ആ ഒരു രീതിയിലുള്ള ഒരു ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു ഇതിൽ ലാലേട്ടൻ ഒട്ടും അങ്ങോട്ട് സൂട്ടാവുന്നില്ല. എന്നാൽ ഞാൻ പറഞ്ഞില്ല, സ്റ്റീഫൻ നെടുമ്പള്ളി എന്നുള്ള ക്യാരക്ടറോട്ട് വരുമ്പോൾ ആൾ പക്കയാണ്. അതിനെ കളിച്ചു വയ്ക്കാൻ ഇന്ന് മലയാളത്തിൽ നിന്നല്ല ഇന്ത്യയിൽ തന്നെ ഒരു നടനും ഇല്ല ആ ഒരു ക്യാരക്ടറിൽ അഭിനയിക്കാൻ. പക്ഷേ ഞാൻ പറഞ്ഞു, ഈ ഒരു ക്യാരക്ടർ അബ്രാം ഖുറേഷി എനിക്കത്ര അങ്ങോട്ട് ഇതായിട്ട് തോന്നിയില്ല. അപ്പോൾ അതാണ് എൻ്റെ അഭിപ്രായമാണ്. ഇപ്പോൾ സ്ട്രിക്ട്ലി എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ പോലെ അടുത്ത L3 ഒരു ലീഡ് വെച്ചിട്ടാണ് പടം അവസാനിപ്പിക്കുന്നത്. ലൂസിഫർ ഫിലിമിനൊരു പൂർണ്ണത ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു കംപ്ലീറ്റ് ഫിലിമായിരുന്നു അത്. പക്ഷേ ഈ ഫിലിമിൽ എവിടേക്കോ എന്തൊക്കെയോ കുറേ സീനുകൾ ഇങ്ങനെ കുത്തിത്തിരികി കയറ്റിയ പോലെ ഒരു ഫീല്. കുറേ എന്തൊക്കെയോ ഇവിടുന്നൊക്കെ പറക്കി വെച്ച് ചെയ്തൊരു ഫിലിം പോലെ തോന്നി. പിന്നെ ഫിലിമിൻ്റെ വലിയ ഒരുപാട് രാഷ്ട്രീയ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ കണ്ടത് കട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ഫിലിമാണെന്ന് എനിക്ക് തോന്നണം. കട്ടിങ് എല്ലാ സീൻസും അത് തന്നെ കണ്ടു. ഇപ്പോൾ ഇതിൽ വിവാദമായ പല സീൻസും ഫിലിമിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കട്ടിങ്ങിന് മുമ്പ് കാണാൻ പറ്റി. രാഷ്ട്രീയ വിവാദങ്ങളൊക്കെ അതിൻ്റെ പിന്നാലെ നടക്കും. അത് പിന്നെ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും ഇതുപോലെ ഒന്ന് വന്നു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു പാർട്ടിക്ക് എഗെയിൻസ്റ്റ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് കത്താൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് നാട്ടിൽ. അതതിൻ്റെ വഴിക്ക് നടക്കട്ടെ. ഇതൊരു ഫിലിമായിട്ട് കാണേണ്ട കാര്യമേ ഉള്ളൂ. പക്ഷേ വാട്ടവർ, അതിപ്പോൾ ഇതിലാവട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, പടം മൊത്തത്തിൽ ഈ പറയുന്ന രീതിയിലുള്ളൊരു എന്തൊക്കെയോ ഒരു അപൂർണതയുണ്ട്. എന്നിരുന്നാലും ഇത്രയും പൈസ മുടക്കി എടുത്ത ആ പടത്തിൻ്റെ ഒരു ക്വാളിറ്റി ആ പടത്തിന് ബാക്കിയുള്ള കാര്യങ്ങൾ മേക്കിങ്ങിലുണ്ട്. ഒരു വട്ടം പോയി കാണാനുള്ള മൂവി ഉണ്ട്. അത് വലിയ ഹൈപ്പ് പ്രതീക്ഷിച്ച്, ഇപ്പോൾ എല്ലാ റിവ്യൂസും പറഞ്ഞ പോലെ തന്നെ വലിയ ഹൈപ്പ് പ്രതീക്ഷിച്ച് പോകാതിരുന്നു കഴിഞ്ഞാൽ പടം നല്ല പടമാണ്, കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇവർ കൊടുത്ത ആ ഒരു വലിയൊരു ഹൈപ്പ് ഉണ്ടല്ലോ, അത്രയ്ക്ക് അത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നിരാശരാകുകയുള്ളൂ പടത്തിന് കയറി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എമ്പുരാൻ്റെ വിശേഷങ്ങൾ. ഓക്കെ, ബൈ ബൈ.